ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള സമീപകാല യുദ്ധം ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കുകയാണ്. അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് എല്ലാവരും ഭയത്തോടെയും ആശ്ചര്യത്തോടു കൂടിയും ചിന്തിക്കുകയാണ്. സ്ഥിതിഗതികൾ ഏത് നിമിഷവും വഷളാകാമെന്നതിനാൽ ജനം ഭയത്തിലും ഉത്കണ്ഠയിലും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ചിലർ ഭാവിയിൽ ഒരു വലിയ യുദ്ധവും ആഗോള പ്രക്ഷോഭവും പ്രവചിച്ച ഈ നോസ്ട്രാഡാമിന്റെ പ്രവചനങ്ങളുമായി ഇതിനെ ബന്ധിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് 2026 നോസ്ട്രാഡാമിന്റേത് പോലെയുള്ള പഴയ പ്രവചനങ്ങൾ വീണ്ടും ശ്രദ്ധയിൽപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ വലിയ പിരിമുറുക്കം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകളിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നും ഇനി വരാൻ പോകുന്നത് മറ്റൊരു മഹായുദ്ധമാകുമോ എന്നടക്കമുള്ള സംശയങ്ങളുമുണ്ട്. ഇതിനെല്ലാമുള്ള ഉത്തരം വർഷങ്ങൾക്ക് മുൻപേ ഈ പ്രവചനത്തിൽ പറയുന്നുണ്ട്. ഓഹരി വിപണിയിലെ വലിയ ഇടിവിന്റെ സൂചനകൾ അടക്കമുള്ളവ വരുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. നോസ്ട്രാഡാമിന്റെ പ്രവചനം എന്താണ്? നോസ്ട്രാഡാം തന്റെ പ്രവചനങ്ങളിൽ 2026 സ്വർണം, വെള്ളി, പണപ്പെരുപ്പം എന്നിവയെക്കുറിച്ച് നേരിട്ട് പരാമർശിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ രചനകൾ പലപ്പോഴും യുദ്ധം, സാമ്പത്തിക പ്രതിസന്ധി, ആഗോള അസ്ഥിരത എന്നിവയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളായി കാണപ്പെടുന്നു. ഇന്ന് ആളുകൾ അവയെ സമീപകാല യുദ്ധങ്ങളുമായി പ്രതിസന്ധികളുമായും ബന്ധപ്പെടുത്തുന്നുമുണ്ട്. യുദ്ധസമയത്ത് ആളുകൾ സ്വർണം, വെള്ളി തുടങ്ങിയ ആസ്തികളിലേക്ക് തിരിയുന്നു. ഇതിനർത്ഥം ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വിലകൾ ഉയർന്നേക്കാം എന്നാണ്. പക്ഷേ വിപണിയിൽ ഇത് എല്ലായ്പ്പോഴും അങ്ങനെയല്ല. കാരണം വിലകൾ നിരന്തരം ചാഞ്ചാടുന്നുണ്ട്. സ്വർണം, വെള്ളി വില കൂടുമോ കുറയുമോ? സമീപകാല വിപണി പ്രവണതകൾ അല്പം സങ്കീർണമായ ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. യുദ്ധം, സംഘർഷങ്ങളും ഉണ്ടെങ്കിലും സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലകൾ ചിലപ്പോൾ കുറയാറുണ്ട്. ഇത് പ്രധാനമായും US ഡോളറിന്റെ ശക്തിയും പലിശ നിരക്കിലെ വർധനവുമാണ്. ലോകത്ത് യുദ്ധത്തിന്റെ സാന്നിധ്യം മാത്രം വില ഉയർത്താൻ പര്യാപ്തമല്ല. പണത്തിന്റെ മൂല്യം, ബാങ്ക് നയങ്ങൾ എന്നിവയെ കുറിച്ചുള്ള മറ്റ് പല ഘടകങ്ങളും വിപണിയെ സ്വാധീനിക്കുന്നു. അതിനാൽ നോസ്ട്രാഡാമിന്റെ പ്രവചനങ്ങൾ പരിഗണിക്കാതെ തന്നെ യഥാർത്ഥ വിപണി ചലനങ്ങൾ നിർണ്ണയിക്കുന്നത് ഈ യഥാർത്ഥ സാമ്പത്തിക ഘടകങ്ങൾ തന്നെയാണ്. മൂന്നാം ലോകം എന്തായിരിക്കാം? ഇന്നത്തെ സാഹചര്യം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം നോസ്ട്രാഡാംസ് തന്റെ രചനകളിൽ ഒരു വലിയ യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആളുകൾ അതിനെ ഇന്നത്തെ സാഹചര്യവുമായി ബന്ധിപ്പിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ രചനകളിൽ മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നില്ല എന്നതാണ് സത്യം. വിദഗ്ധർ എന്താണ് പറയുന്നത്? വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഓഹരി വിപണിയുടെയും ചലനങ്ങൾ പണപ്പെരുപ്പം, അതുപോലെ തന്നെ പലിശ നിരക്ക്, ആഗോള വിതരണം തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിനർത്ഥം വിപണികൾ പ്രവചനങ്ങളാലല്ല യഥാർത്ഥ സാമ്പത്തിക സാഹചര്യങ്ങളാൽ നയിക്കപ്പെടുന്നു എന്നാണ്. അതേസമയം നോസ്ട്രാഡാമിന്റെ രചനകൾ നേരിട്ടുള്ളതല്ല, മറിച്ച് സൂചന നൽകുന്നതാണ്. ആളുകൾ അവയെ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഇത് ഒരേ പ്രസ്താവനയുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നോസ്ട്രാഡാമിന്റെ പ്രവചനങ്ങൾ തീർച്ചയായും ചർച്ചയ്ക്കും ഭയത്തിനും കാരണമാകുന്നു. പക്ഷേ യഥാർത്ഥ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ സാമ്പത്തികവും ആഗോളവുമായ സാഹചര്യങ്ങളാണ് നയിക്കുന്നത്. അതിനാൽ നിക്ഷേപം നടത്തുമ്പോൾ ഊഹക്കച്ചവടത്തിനോ പ്രവചനങ്ങൾക്കോ പകരം കൃത്യമായ ഡാറ്റയും വിദഗ്ധ ഉപദേശത്തെയും ആശ്രയിക്കുന്നതാണ് എപ്പോഴും ബുദ്ധി.